അർത്തികുളങ്ങര പുത്തൻ മഠം വാഴും വജ്ര നരസിംഹസ്വാമി മമ മനസാ സ്മരാമി. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വാട്സപ്പ് ചോദ്യമാണ്: ഒട്ടുമിക്ക കടകളുടെ മുമ്പിൽ, അതേപോലെ വലിയ വലിയ വീടുകളുടെ മുമ്പിലത്തെ റൂമിൽ, ഓഫീസുകളുടെ മുമ്പിൽ ഉരുളിയിൽ കുറേ പൂവിട്ട് വച്ചിരിക്കുന്നു. അതിൻ്റെ തത്വം എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലത്ത് അതൊരു ഫാഷനാണ്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ കല്യാണം നടക്കുന്ന കല്യാണ മണ്ഡപമാണെങ്കിലും, ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണെങ്കിലും, ഓഫീസിൻ്റെ മുമ്പിലത്തെ റൂമിൽ, അതേപോലെ വീടുകളിൽ ഒക്കെ ഇത് ഒരു ഫാഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവർക്കും അറിയില്ല എന്തിനാ വെക്കണമെന്നുള്ളത്. എന്നാൽ നല്ലൊരു വൈബ് ഉണ്ട്, അതുകൊണ്ട് വെക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം വേണ്ട ഘടകമാണ് ഉരുളിയിൽ, ചെറിയ ഉരുളിയിൽ വെള്ളത്തിൽ റോസാപ്പൂവോ ചെത്തിപ്പൂവോ അല്ലെങ്കിൽ താമര ഇതളോ ഒക്കെ ഇട്ട് വെക്കുക എന്നുള്ളത്. പക്ഷെ അത് ചുമ്മാ ഇട്ട് വെക്കുന്നതല്ല, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്കറിയാം, എല്ലാവരും അയൽവക്കക്കാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും, ഇപ്പോൾ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് വരാറുണ്ട്. എങ്ങനത്തെയൊക്കെ കസ്റ്റമറാണ്, അല്ലെങ്കിൽ വരുന്ന അതിഥികൾ എങ്ങനത്തേക്കാണെന്ന് നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേർന്നാൽ അവരുടെ ദൃഷ്ടിയോ അസൂയാവഹമായിട്ടുള്ള ദൃഷ്ടി നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ബാധിക്കപ്പെടാം. അതേപോലെ നെഗറ്റീവ് എനർജീസ്, ശത്രുക്കൾ നമുക്ക് എതിരെ ചെയ്യുന്ന നെഗറ്റീവ് എനർജി, അത് തടുക്കുവാൻ ഈ ഒരു കർമ്മത്തിന് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു ചെറിയ ഉരുളി മതി, അതിൽ ശുദ്ധമായ ജലം നിറയ്ക്കുക. അതിൽ ഒരു സ്പൂൺ കല്ലുപ്പ് ഇടുക, ചെറിയ ഒരു പിഞ്ച് പച്ചക്കർപ്പൂരം ഇടുക. അത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പൂജാമുറിയിൽ വെച്ചിട്ട് വേണം. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ മുമ്പിലത്തെ റൂമിലോ ഓഫീസിൻ്റെ മുമ്പിലോ വെക്കരുത്. പൂജാമുറി, വീട്ടിലാണെങ്കിൽ പൂജാമുറി, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഓഫീസിലാണെങ്കിൽ ആ ഉരുളി കുറച്ച് വലുതായിരിക്കും, അതിൽ വെള്ളം നിറച്ച് കർപ്പൂരം, ഈ പറയുന്ന കല്ലുപ്പും അതിൽ ഇടുക. അതിനുശേഷം വീട്ടിലാണെങ്കിൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ ഗായത്രി മന്ത്രം ജപിക്കുക. ഓരോ പെറ്റൽസ്, ഇപ്പോൾ റോസയാണെങ്കിൽ റോസയുടെ ഓരോ പെറ്റൽസ് ആ ഗായത്രി മന്ത്രം ജപിച്ച് അതിലിടുക. ചെത്തിയാണെങ്കിൽ ഓരോ പൂവായിട്ട് 21 പ്രാവശ്യം, 108 പ്രാവശ്യമോ, നിങ്ങളുടെ സമയം അനുസരിച്ച്. 21 കഴിഞ്ഞാൽ പിന്നെ 108ആണ്. അപ്പോൾ മിനിമം 21 പ്രാവശ്യം അതിടുക. അതിനുശേഷം ഈ പറയുന്ന ബാക്കി എന്തെങ്കിലും പൂക്കളുണ്ടെങ്കിൽ അതിൽ ഇടുക. അത് നമ്മൾ എന്താ ചെയ്യുക, വീടിൻ്റെ മുമ്പിലത്തെ റൂമിൽ വെക്കുക.
ഓഫീസിലാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ മുമ്പിലൊരു തട്ടം എടുക്കുക. ആ തട്ടത്തിൽ ഈ പറയുന്ന നമ്മുടെ ഇഷ്ടദേവൻ്റെ ഗായത്രി മന്ത്രം ജപിച്ച് ആ തട്ടത്തിലേക്ക് ഇടുക. 21 പ്രാവശ്യം കഴിഞ്ഞാൽ ആ പൂവ് എടുത്തിട്ട് നേരെ മുമ്പിലുള്ള ഭരണിയിൽ മീൻസ് ഉരുളിയിൽ ഇടുക. വൈകിട്ടാവുമ്പോൾ ആ ജലം ആരും ചവിട്ടാത്തിടത്ത് കൊണ്ട് ഒഴുക്കുക. പെറ്റൽസ് മാത്രം എടുത്താൽ പോരാ, ഫുള്ള് ആ വെള്ളം കളയുക. പിറ്റേ ദിവസം ഈ പറയുന്ന പോലെ ഫ്രഷ് വാട്ടർ എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് 1 സ്പൂൺ കല്ലുപ്പ്, 1 പിഞ്ച് പച്ചക്കർപ്പൂരം ഇടുക. ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ വരാതെ, ഇപ്പോൾ കടകളിലൊക്കെ ഹോട്ടൽസിലൊക്കെ ഇത് സർവ്വസാധാരണമായിട്ട് വയ്ക്കും. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അങ്ങനത്തെയുള്ള ഇടങ്ങളിൽ ഉള്ള ഹോട്ടലുകൾ ഇത് അവരുടെ മുമ്പിലത്തെ വരവേൽക്കുന്ന രീതിയിൽ തന്നെ ഇത് വെക്കും. പറ്റുമെങ്കിൽ ഒരു കണ്ണാടി കൂടി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് ഫേസ് പുറത്തോട്ട് ഫേസ് ചെയ്തിട്ട് വെക്കും. സോ ദാറ്റ് നെഗറ്റീവ് എനർജി ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാതെ തിരിച്ച് പുറത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിനുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിൽ എപ്പോഴും വീട്ടിലൊരു സന്തോഷകരമായിട്ടുള്ള, അതേപോലെ ഓഫീസിലും സന്തോഷകരമായിട്ടുള്ള ഒരു ആംബിയൻസ് എപ്പോഴും നിലനിൽക്കും. മാത്രമല്ല നെഗറ്റീവ് എനർജി, ഈവൻ ശത്രുക്കൾ, നമുക്ക് അറിയാലോ ഹോട്ടൽസൊക്കെ ആകുമ്പോൾ അപ്പുറത്തെ ഹോട്ടലുകാർ ഇങ്ങോട്ട് പണി തരും, അത് കോമ്പറ്റീഷനാണ്. അതേപോലെ നമ്മുടെ വീടുകളിലാണെങ്കിലും ബന്ധുക്കളുണ്ടാവും, ശത്രുക്കളുണ്ടാവും. അപ്പോൾ എങ്ങനത്തെയൊക്കെ പണി വരുമെന്നൊന്നും നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. സോ പണി വന്ന് അതിനുശേഷം നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്, പണി വന്നാൽ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിക്കുക. നല്ല രീതിയിൽ ഒരു ഗുഡ് ആംബിയൻസ് നമ്മുടെ വീടുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓഫീസിൽ എപ്പോഴും അപ്ഗ്രേഡ് ആയിട്ടുള്ള വൈബായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീബാലത്രിപുരസുന്ദരീ